ഞാൻ ഇന്ന് നിങ്ങളൊരു വീഡിയോ പരിചയപ്പെടുത്തരാം. ഞാൻ ആക്കുന്ന മുട്ട സ്റ്റൂ ആണ്. മുട്ട സ്റ്റൂ എന്ന് പറയുന്ന സാധനമാണ് ഞാൻ ആക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നതായിരിക്കാം, അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ എങ്ങനെയാണ് മുട്ട സ്റ്റൂ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറി ചേർക്കും. കാരണം ഞാൻ പറയാറുണ്ടല്ലോ, ഇവിടുത്തെ മക്കൾ വെജിറ്റബിൾ തിന്നാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മക്കൾക്ക് വെജിറ്റബിൾ കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ്. ഈ കറികൾക്കകത്തൂടെയൊക്കെയാണ് വെജിറ്റബിൾ. അപ്പോൾ ഇതിൻ്റെ ഈ സത്തുകൾ മൊത്തം ആ കറിയിലേക്ക് മിക്സ് ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇവർ ഈ കഷ്ണങ്ങൾ പറക്കി അങ്ങ് തിന്നിട്ടും കുഴപ്പമില്ല. കാരണം കഷ്ണങ്ങൾ ഉടച്ചെടുക്കാൻ നമുക്ക് അതിനകത്തിട്ട് അങ്ങനെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ എടുക്കുന്ന മുട്ട സ്റ്റൂവിന്, ഈ മുട്ട സ്റ്റൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉള്ളി ഇഞ്ചി മാത്രം ഇട്ട് വഴറ്റി മുട്ടയിട്ട് പാലൊഴിച്ച് വയ്ക്കാം. പക്ഷേ ഇത്രയും കൂടി ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെതായ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് മറ്റ് പൊടികളൊന്നും ചേർക്കത്തില്ല കേട്ടോ. ഞാനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാണ് ഞാൻ ചേർക്കുന്നത്. അല്ലാതെ മല്ലിപ്പൊടിയോ അങ്ങനെയൊന്നും. ചിലവർ സ്റ്റൂവിനകത്ത് മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കും, മല്ലിപ്പൊടിയൊക്കെ ചേർക്കും. ചിലവർ മഞ്ഞപ്പൊടി ലൈറ്റായിട്ട് ചേർക്കും. വെള്ള കളർ ഇരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യില്ല. ഞാൻ എങ്ങനെ എൻ്റെ വെർഷനിൽ മുട്ട സ്റ്റൂ ആക്കുന്നതിന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന എഗ്ഗ് സ്റ്റൂവിന് ഫസ്റ്റ് എഗ്ഗ് ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നല്ലോണം ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ പിന്നെ ഞാൻ വെജിറ്റബിൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു ക്യാരറ്റ്. ഇത് വലിയ ഒരു സവാളയാണ്. ഇതിൻ്റെ പകുതി സവാള നമുക്ക് ഫസ്റ്റ് വേവിക്കാനും പിന്നെ പകുതി സവാള നമുക്ക് സെക്കൻഡ് ഇത് മുട്ടയൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് വഴറ്റിയെടുക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ എരിക്ക് ആവശ്യമായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ എരിക്ക് ആവശ്യമായിട്ടുള്ള രീതി ചേർത്തുക. ഇത് ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ്. ഇതിൻ്റെ പകുതി നമ്മൾ വേവിക്കുന്ന കഷ്ണത്തിൽ ചേർക്കും, ബാക്കി നമ്മൾ വഴറ്റുന്ന സമയത്താണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫ്രഷ് ആയിട്ട് കുരുമുളക് പൊടിച്ചാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ പൊടിച്ചെടുത്ത കുരുമുളകാണ്. അതേപോലെ തന്നെ വെളിച്ചെണ്ണ വേണം, ഉപ്പ്. ഇത് ഗരം മസാല പൗഡറാണ്, നമ്മൾ വീട്ടിൽ പൊടിച്ച് വെക്കുന്നത്. ഇറച്ചിക്കറിക്കൊക്കെ ചേർക്കുന്ന ഗരം മസാല പൗഡർ. പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഗരം മസാലയ്ക്കകത്ത് കിട്ടുന്ന ജീരകം ഉണ്ടല്ലോ, അതിൻ്റെ ജീരകം മാത്രം പൊടിച്ച പൊടിയും കൂടെ നമുക്ക് വേണം. പിന്നെ വേണ്ടുന്നത് തേങ്ങയുടെ പാലാണ്. അപ്പോൾ ഇത് എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് തേങ്ങയുടെ 1-ാം പാലും ഇത് തേങ്ങയുടെ 2-ാം പാലുമാണ്. അപ്പം എൻ്റെ ഒരു മോനുണ്ട്, അവൻ എന്നോട് ചോദിച്ചു എന്താമേ തേങ്ങയുടെ 1-ാം പാല് 2-ാം പാലെന്ന്. നമ്മൾ ഒരു മിക്സിയുടെ ജാറിനകത്ത് തേങ്ങ ഇട്ടിട്ട് തേങ്ങയ്ക്ക് താഴെ വെള്ളം കിടക്കത്തക്ക രീതിയിൽ മിക്സിക്കകത്ത് അടിച്ചെടുക്കുന്ന പാല്. ചിലവർ നല്ല കൈകൊണ്ട് ഞെവിടി ഒരു 2 സ്പൂൺ വെള്ളം ചേർത്ത് കൈകൊണ്ട് ഞെവിടി പാലെടുക്കും. അല്ലാത്തവർക്ക് തേങ്ങയ്ക്ക് താഴെ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുന്ന പാലാണ് 1-ാം പാല്. ആ തേങ്ങയ്ക്ക് മുകളിൽ വെള്ളം ചേർത്ത് അടിച്ചെടുക്കുന്ന പാലാണ് 2-ാം പാൽ. ഇത് കുറച്ച് നല്ല നേർത്ത പാലായിരിക്കും, ഇത് നല്ല കട്ടിയുള്ള പാലായിരിക്കും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇപ്പം അവൻ വീഡിയോ കാണുമ്പോൾ അവനത് മനസ്സിലാവും. ഇപ്പം ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് അവന് മനസ്സിലായിക്കോളൂ. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് വെക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കുക്കർ അടപ്പ് വെക്കുക. കുക്കർ അടപ്പ് വെച്ചതിന് ശേഷം തീ നല്ല സിമ്മിലിടുക. വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ അതിലേക്ക് ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇടുകയാണ്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതേപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ഇഞ്ചി, കുറച്ച് പച്ചമുളക്. ഇതിൻ്റെ എരി നോക്കിയിട്ട് ബാക്കി പച്ചമുളക് നമുക്ക് വഴറ്റുന്ന സമയത്ത് ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് സവാള. ഇത്രയും സാധനങ്ങൾ ചേർക്കുക. അതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്ന തേങ്ങയുടെ നേർപ്പിച്ച് വെച്ചിരിക്കുന്ന 2-ാം പാലാണ്. ഈ 2-ാം പാൽ ചേർക്കുക. പിന്നെ നമ്മളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്നെല്ലാം കുറേച്ച പൊടി ആ കഷ്ണത്തിലേക്ക് ചേർക്കുക. കാരണം അത് ആ പച്ച ടേസ്റ്റോട് കൂടി വെന്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചേർക്കുന്നത്. അത് നല്ല കുറച്ച് ഗരം മസാല പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കറിക്ക് ആവശ്യമായതിൻ്റെ ഏറ്റവും കുറച്ച് ചേർക്കുക. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ നമ്മൾ ഈ കഷ്ണം വേവുന്ന സമയത്ത് കഷ്ണത്തിന് ആ പച്ച ടേസ്റ്റ് അങ്ങ് മാറി മസാലയെല്ലാം പിടിച്ചൊരു ടേസ്റ്റ് വരും. ഒരു ഇത്തിരി ഉപ്പ് ചേർക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ വെർഷനാണ്. ഞാൻ ഒരു ചെറുത് ഒരു 2-3 ഡ്രോപ്സ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് എന്നിട്ട് ഇതിനെ നല്ലോണം ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു ഫീസിൽ. ഞാൻ പിന്നെ ഈ തേങ്ങാപ്പാലിൻ്റെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, മോനൊക്കെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് ഇതൊക്കെ എളുപ്പമായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് നമുക്കിനി ഒരു ഫീസിലടിച്ച് ഈ കഷ്ണങ്ങൾ മൊത്തം ഒന്ന് വേവണം. ഒറ്റ ഫീസിൽ. തേങ്ങയുടെ 2-ാം പാലിലാണ് ചെയ്യേണ്ടത്. 1-ാം പാൽ എടുത്ത് വെച്ചിട്ട് ഫീസിലടിപ്പിക്കരുത്. കറി പിരിഞ്ഞു പോകും. പിരിയുമെന്ന് പറഞ്ഞാൽ പീര വെള്ളം പോലെ പ്രത്യേകം കിടക്കും. ഇത് തേങ്ങയുടെ 2-ാം പാൽ, നേർപ്പിച്ച പാൽ. ആ പാലിന് കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ വെള്ളം നിങ്ങൾ ഇത് ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ഇനി ഇത് ഒരു ഫീസിലടിപ്പിച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു. അപ്പോൾ ഞാൻ ഇതിന് കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കർ ഒരു ഫീസിലടിച്ചിരിക്കുക. നമ്മളിത് വഴറ്റുമ്പോഴത്തേന് അതിൻ്റെ എയറെല്ലാം പോയിട്ട് സെറ്റായിട്ട് നിൽക്കും. വെജിറ്റബിൾ പെട്ടെന്ന് വേവുന്നതുകൊണ്ട് ഒരു ഫീസിലാണ് ഞാനതിൽ അടുപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് തോനെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, നിങ്ങളുടെ കയ്യിലെ കഷ്ടങ്ങൾക്കനുസരിച്ച്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത, ഈ കറിക്ക് കടുക് വറക്കത്തില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലപോലെ കറിവേപ്പില ഈ സമയത്ത് ഇടണം. കുക്കറിൽ കറിവേപ്പില ഇടരുത്. കുക്കറിൽ കറിവേപ്പില ഇട്ട് ഒരു കാരണവശാലും ഒരു കറിക്ക് നമ്മൾ ഫീസിലടിപ്പിക്കരുത്. ഇടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എയർ ഹോളിനകത്ത് കറിവേപ്പില ബ്ലോക്ക് ആയിട്ട്, അതുപോലെ തന്നെ വറമുളക് ഇട്ടിട്ടും കുക്കർ ഫീസിലടിപ്പിക്കരുത്. എയർ ഹോളിനകത്തിട്ട് അത് കയറിയിട്ട് കുക്കർ പൊട്ടിത്തെറിക്കും. അത് ചെയ്യരുത്. ഒരു കാരണവശാലും അങ്ങനെയുള്ള അബദ്ധങ്ങൾ ആരും കാണിക്കരുത്. കറിവേപ്പില വയറ്റുമ്പോൾ ഇട്ട് കൊടുത്തോളൂ. ഇതിന് കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയും നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. പക്ഷേ എൻ്റെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നമ്മളിതിലേക്ക് ഫസ്റ്റ് ഇത് എണ്ണ ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഞ്ചിയുടെ നല്ല, ഞാൻ കുറച്ചേ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമുക്ക് എരിക്ക് കുരുമുളക് കൂടി ചേർക്കാം. ഇതിൻ്റെ പച്ചമണം നല്ല മാറിയതിന് ശേഷം മാത്രമേ സവാള നമ്മൾ ഇട്ട് കൊടുക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പച്ച ടേസ്റ്റ് ആ സ്റ്റൂവിനകത്ത് ചവയ്ക്കും. അത് വരരുത്. എപ്പോഴും ഞാൻ എല്ലാ കറിക്കും ഞാൻ പറയാറുണ്ട്, ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും തക്കാളിപ്പഴത്തിൻ്റെയും സവാളയുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്ന വരെ ഇതൊന്ന് നല്ല ബബിൾസായിട്ടുള്ള ആ ഒരു ഇതങ്ങ് മാറുന്നത് വരെ ഇതൊന്നും മൂപ്പിച്ചില്ല എങ്കിൽ ഏത് കറിക്കകത്താണെങ്കിലും ഇതിനകത്തു നിന്നുള്ള വെള്ളം തിരിച്ചിറങ്ങിയിട്ട് ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാദ്യം ഇതൊന്ന് നല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പച്ചമുളകിൻ്റെ പച്ച കളറൊക്കെ എന്ന് മാറി വെള്ള കളറായി. ഇഞ്ചി എന്നാൽ ബ്രൗൺ ആയിട്ടില്ല. ബ്രൗൺ ആവുന്നതിന് മുമ്പ് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. ഒരു അരമുറി സവാള. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് സവാള ഇട്ട് കൊടുക്കുക. ഓക്കെ. ഇട്ടതിന് ശേഷം നല്ലതുപോലെ വഴറ്റണം. ഇതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറി ഒരു ലൈറ്റ് ഗ്ലാസ് വരുമെന്ന് പറയത്തില്ല, അതൊന്നും അല്ല. അതും കഴിഞ്ഞിട്ട് നല്ല വഴലണം.
ഗ്ലാസ് പരുവെന്ന് പറയുന്നത് ഇന്ത്യ റോ ടേസ്റ്റ് സവാളയുടെ പച്ച ടേസ്റ്റ് അങ്ങ് മാറുന്നതിനെയാണ് ഗ്ലാസ് പരുവെന്ന് പറയുന്നത്. പക്ഷേ അതല്ല, അത് നമ്മുടെ ചില്ലി ചിക്കൻ്റെ പരുവം അതല്ല. ഇത് നല്ല വയലാണ്. എപ്പോഴും ഇങ്ങനെയുള്ള കറികൾ വെക്കുമ്പോൾ നിങ്ങൾ ഉപ്പിട്ട് പെട്ടെന്ന് സവാള വഴറ്റാൻ നിൽക്കരുത്. നിങ്ങൾ കുറച്ച് സമയം എടുത്ത് തന്നെ ഇതൊക്കെ ചെയ്യാൻ നോക്കണം. അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ലൈറ്റായിട്ട് കളർ സവാളയ്ക്ക് മാറി വന്നിട്ടുണ്ട്. ബ്രൗൺ ആയി പോകരുത്. അപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഗരം മസാലപ്പൊടി ചേർക്കുക. ഒരു 1/4 സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർക്കുക. ഈ പൊടി ഐറ്റംസ് ഞാൻ ചേർക്കുന്ന കാണിച്ച് തരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കഷ്ണത്തിനും എരിക്കും ഒക്കെ അനുസരിച്ച് കുരുമുളക് പൊടി അത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുക. അതും ഒരു 1/4 സ്പൂൺ ചേർക്കുക. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഇളക്കുക. തീ നല്ല കുറച്ച് വെക്കണം കേട്ടോ. തീ നല്ല കുറച്ച് വെക്കണം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ ഇളക്കുന്നത്. ഇതിനകത്ത് ഈ സ്പൂൺ ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിനെ ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ മസാലയുടെ ഇതൊക്കെ ആ മുട്ടയ്ക്കകത്തേക്ക് പിടിക്കും. അപ്പോൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കില്ല. അത് കണ്ടോ മസാല എല്ലാം പിടിച്ച് മുട്ടയ്ക്കെല്ലാം ഓരോ വരയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വരയ്ക്കകത്തൂടെല്ലാം മസാലയുടെ ഇതെല്ലാം ഇതിനകത്തേക്ക് കുരുമുളക് പൊടി എല്ലാം പിടിക്കും. അങ്ങ് പിളർത്തി കളയരുത്. അത് നല്ല രീതിയിൽ. അപ്പോൾ അപ്പോഴത്തേനും കണ്ടോ ഇതിൻ്റെ ആ ഉള്ളി അതെല്ലാം മുരിഞ്ഞ് വന്നു. തീ കുറയ്ക്കണം. പിന്നെ നിങ്ങളോട് പറയാനുള്ള കണ്ടോ ഇതാണ് 2ാം പാലിനകത്ത് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ 2ാം പാൽ ഇത്തിരി തിക്കായോട് ചെറുതായിട്ടൊരു പിരിവ് വന്നിട്ടുണ്ട്. മുട്ടയുടെ മസാല നമ്മളാക്കിയതിനകത്തേക്ക് ആ വെജിറ്റബിൾ പുഴുങ്ങിയത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഞാൻ അതിന് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ കുക്കറിൽ തന്നെ ആ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളമാണേ, പ്രത്യേകം പറയുന്നത് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഓക്കെ, കുറച്ച് ഇത്തിരി ഗ്രേവിക്ക് വേണ്ടി ഇതൊന്ന് തിളയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഈ മുട്ടയിലേക്ക് ഇതൊക്കെ ഒന്ന് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് കുക്കറിനകത്ത് വേവിച്ച കഷ്ണങ്ങളും മുട്ടയുടെ മസാലയാണ് ചേർത്ത് ഇതെല്ലാം ആക്കുന്നത് നിങ്ങൾ കണ്ടു. ഇത് നിങ്ങൾക്ക് ഇത് ഈ കുക്കറിനകത്ത് വെച്ചുകൊണ്ട് ഇത്രയും തിക്നെസ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇത് അല്ലാതെ പാത്രത്തിൽ ഇട്ട് വേണമെങ്കിൽ ഈ കഷ്ണങ്ങൾ വയറ്റി വേവിച്ചെടുക്കാം കേട്ടോ. പക്ഷേ കുക്കറിനകത്താകുമ്പോൾ നല്ലൊരു തിക്നെസ് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ തീ നല്ല അങ്ങ് കുറച്ച് വേണം. ഏറ്റവും സിമ്മിൽ വെക്കുക. തീ തിളക്കരുത് ഒരു കാരണവശാലും കറി. നല്ല സിമ്മിൽ വെക്കുക. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ കട്ടിപ്പാലാണ് കേട്ടോ. ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറി ചൂടാകുകയും ചെയ്യാവൂ. തിളക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ഇനി പോകും. നമ്മൾ മോരൊക്കെ കാച്ചുമ്പോൾ ചൂടായി കഴിയുമ്പോൾ പിരിയത്തി അതേപോലെ ആയിപ്പോൾ കണ്ടോ. ഇങ്ങനെയാണ് ഈ സ്റ്റൂ ഉണ്ടാവും. ഇനി ഇത് ഇറക്കി ഇച്ചിരി ഒന്ന് ചൂടായതിന് ശേഷം ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഇത്രയും കൂടെ ഒന്ന് കട്ടിയാവും. ഇതിന് കുരുമുളക് പൊടിയാണ്. ഇതിനകത്ത് മല്ലിപ്പൊടിയോ വേറെ ഒന്നും ചേർക്കത്തില്ല. ഇത് നല്ല ചൂടായി കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഒരു ഇത്തിരി കുരുമുളക് പൊടിയും, ഞാനത് ഒരുവിധം എല്ലാ മസാലക്കറികൾക്കെല്ലാം ചെയ്യുന്നതാണ്. കുരുമുളകും മസാലയും ചേർക്കേണ്ട എല്ലാ കറികൾക്കും, ചിക്കൻ കറി ആയിക്കോട്ടെ ബീഫ് ആയിക്കോട്ടെ ഏതിനാണെങ്കിലും ഞാൻ ലാസ്റ്റ് ഒരു ഇത്തിരി കറിവേപ്പിലയും ഒരു ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി പച്ചവെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് തൂവും. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇത്തിരി പച്ചവെളിച്ചെണ്ണ തൂവും. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഈ കറി ഇനി തിളക്കരുത്. നല്ല ചൂടായതിന് ശേഷം ഉപ്പ് നോക്കി എരിയൊക്കെ നോക്കുക. എന്നിട്ടൊരു സ്വല്പം എരി ഉണ്ടെങ്കിൽ ഒരു പൊടിക്ക് കുരുമുളക് പൊടിയും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് തൂവണം. പിന്നെ എൻ്റെ ഇതൊരു കുഞ്ഞ് ചാനലാണ്. എനിക്കറിയുന്ന വീഡിയോസ് വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ വെർഷൻസ് ഇങ്ങനെ കാണിക്കുമ്പം ഒരു കുറച്ച് പേരാണെങ്കിലും എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിലും നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് 5 മിനിറ്റ് ഒക്കെ ആണെങ്കിലും ശരി തന്നെ ഈ കുഞ്ഞ് വീഡിയോസ് കാണാനെ കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന മനസ്സിന് ഏറ്റവും വലിയ സ്നേഹവും നന്ദിയും പറയാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഒരുപാട് സ്നേഹം. വീഡിയോ കാണുന്നവരോട് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഇനി കാണാൻ വരുന്നവരോടും എല്ലാവരോടും ഒരുപാട് സന്തോഷവും സ്നേഹവും മാത്രമേ ഉള്ളൂ. എനിക്കറിയുന്ന കുഞ്ഞു എനിക്ക് ആകെ അറിയുന്നത് ഈ പാചകമാണ്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. അപ്പം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.